മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഓരോ ഭക്തനെയും നേരിൽ കാണാൻ വേഷപ്രച്ഛന്നനായി സമീപിക്കുന്നതും ഈ പുണ്യമാസത്തിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ വീട്ടിലെത്തുന്ന അതിഥിയെ ഭഗവാനായി സങ്കൽപ്പിച്ച് അതിഥി ദേവോ ഭവഃ എന്ന സങ്കല്പത്തോടെ സ്വീകരിച്ചിരുത്തണമെന്നു പുരാണങ്ങൾ പറയുന്നു. മാത്രമല്ല, അതിഥിക്ക് ഭക്ഷണം, വസ്ത്രം, ധനം തുടങ്ങിയവ നൽകി വേണം യാത്രയയ്ക്കാനെന്നും പുരാണങ്ങൾ നിഷ്കർഷിക്കുന്നു. ലക്ഷ്മി നാരായണ ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത്. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി ലക്ഷ്മി നാരായണ നാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, അഷ്ടാക്ഷരി ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി ഓം നമോ ഭഗവതേ വാസുദേവായ, ഭാഗവത പാരായണം, മഹാലക്ഷ്മി അഷ്ടകം, കനകധാരാസ്തവം എന്നിവ മാധവമാസക്കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും. വൈശാഖമാസം മുഴുവൻ വ്രതം നോറ്റു ഭഗവാനെയും ലക്ഷ്മിദേവിയെയും ധ്യാനിക്കുന്നതു സർവൈശ്വര്യദായകമാണ്. വ്രതം ശ്രദ്ധയും ഭക്തിയോടെയും അനുഷ്ഠിച്ചാൽ ദുഃഖശാന്തി, രോഗമുക്തി, ഐശ്വര്യം, സമ്പത്തു എന്നിവ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി എന്നിവയ്ക്ക് വ്രതമെടുക്കുന്നവർക്കും മുഴുവൻ മാസവും വ്രതമെടുത്തതിന് തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമമാസമാണ് വൈശാഖം. വൈശാഖകാലത്ത് അനേകം പുണ്യദിവസങ്ങളുണ്ട്. ആദ്യം തന്നെ അക്ഷയതൃതീയ. അന്നാണ് ബലരാമന്റെ ജന്മദിവസം.